ഇരുമ്പ് കട്ട് ചെയ്തല്ല, ഇരുമ്പ് വെട്ടി പരീക്ഷിക്കുകയാണ്. റെഡിയാ? അതെ, അതിന്റെ ഭാഗത്തിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതെ, 280 രൂപ ഒരു കിലോന് ഇരുമ്പിന് വരും, ലീഫിന്. ഇതെങ്ങനെ 260 ഉറുപ്പിക്ക് ഈ ഒരു വാക്കത്തി കിട്ടും? അപ്പൊ തന്നെ മനസ്സിലാക്കാതെ ഒറിജിനൽ അല്ല. ഇതിന്റെ പേര് തന്നെ പുല്ലുവീശിയാണ്. പുല്ല് ഇറക്കാൻ ഉപയോഗിക്കുന്ന സാധനം. തടി വെട്ടാൻ പറ്റുമോ? പറ്റില്ല. ഞങ്ങളുടെ ആയുധം പറ്റും, ഞങ്ങളത് കാണിച്ചു തരാം. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മൾ എടുത്ത് പറയണ്ടല്ലോ. പുല്ലുവീശി വാങ്ങി കഴിഞ്ഞാൽ പോലും നമുക്ക് മരം വെട്ടാൻ ഉപയോഗിക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. ഒരുപാട് ഇതൊക്കെ 400 രൂപ 500 രൂപ വെയിറ്റ്, ആ റേറ്റിന്റെ വരുള്ളൂ. തൃശ്ശൂർ ഭാഗത്ത് നമ്മൾ തെങ്ങ് കയറ്റക്കാർ കർഷകർ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. ഇങ്ങനെ തോളിലിട്ട് ഇങ്ങനെ നടക്കും. തോളിലിട്ട് നടക്കും. നോക്കിക്കോളൂ, 50 രൂപന്റെ കറുക്കത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. ആ 50 രൂപന്റെ അടക്കം നമ്മൾ ഈട്ടി തടിയിലാണ് കൊടുത്തിട്ടുള്ളത്. 50 രൂപയിൽ പോലും ഈട്ടി തടിയാണ് കൊടുത്തിട്ടുള്ളത്. അതും ഓയിൽ ടെമ്പറാണ്. ഏറ്റവും ഫേമസ് ഫേമസ് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ മടക്ക് കത്തിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് വരുന്നത് പിച്ചളന്റെ ആണ്. ഇത് നമ്മളൊരു ചെറിയൊരു കത്തിയാണെങ്കിൽ നമ്മൾ ഡെലിവറി കൊടുക്കും. 100 രൂപയുടെ കത്തിയായിരുന്നാലും നമുക്ക് ഡെലിവറി കൊടുക്കും. അനൂപേട്ട നമസ്കാരം. നമസ്കാരം. അനൂപേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാലക്കാടൻ കത്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഫേമസ് ആണ്. ഇപ്പോൾ ഗോപാലൻ കത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫേമസ് ആണ്. വേൾഡ് ഫേമസ് ആണ്. ഇപ്പോൾ അനൂപേട്ടൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനൽ വരണമെന്ന് ഒത്തിരി പ്രേക്ഷകർ നമ്മളുടെ അടുത്ത് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ഈ പാലക്കാട് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ സന്തോഷം. ഇപ്പോൾ ചേട്ടൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? നമ്മളെ ഗോപാലൻ കത്തി എൻ്റെ ആണ്. നമ്മള് ചേട്ടനും ചെറിയച്ഛനും കൂടിയിട്ടാണ് ഇവിടുത്തെ നിർമ്മാണം. ചേട്ടനും ചെറിയച്ഛനും. നമ്മുടെ ആയുധങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ ഉരുക്കിലും വാളിലും അരത്തിലാണ് നിർമ്മാണം. ഉരുക്കിലും വാളിലും അരത്തിലും. അത് നമ്മുടെ അരത്തിന്റെ കത്തി എന്ന് പറയുന്നത് ഏകദേശം 35 വർഷം വരെ ഈട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണങ്ങൾ. അരത്തിന്റെ കത്തി. അത് മാത്രമല്ല, നമ്മൾ 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന മടക്ക് കത്തികൾ നമ്മുടെ അടുത്തുണ്ട്. 60 വർഷം വരെ. കാരണം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് രുദ്രാക്ഷത്തിന്റെ കത്തി എന്ന് പറയുന്നത്. രുദ്രാക്ഷത്തിന്റെ കത്തി നമ്മുടെ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും പൂജാരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. രുദ്രാക്ഷത്തിൻ്റെയാണ്. ഇതിൽ നമ്മൾ പ്രത്യേക തരം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പൂജാരിക്ക് പ്രത്യേകം പണിതാണ് കേട്ടോ. പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ മൂർച്ചയുള്ള ഭാഗം വരുന്നത് ഫയലിലാണ്. ഫയൽ എന്ന് പറഞ്ഞാൽ അരം. നമ്മൾ രാഗാനൊക്കെ ഉപയോഗിക്കുന്ന അരത്തിൽ കാണിച്ചു തരാം. ഇതാണ് അരം. ഇതിലാണ് ഇതിന്റെ മൂർച്ചയുള്ള ഭാഗം വരുന്നത്. ഇതിൽ കത്തികൾ കണ്ടെടുത്തുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കത്തികളുണ്ട്. അല്ല, ഇതിൽ മൂർച്ചയിൽ വരുന്നത് കേട്ടോ. ഇത് പിന്നെ വരുന്നത് ഇതിന്റെ നിർമ്മാണം തന്നെയാണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പിച്ചളയാണ് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള ഷീറ്റ് വരുന്ന ഇരുമ്പിന്റെ ഷീറ്റാണ്. ഇതാണ് പിച്ചള. അത് ഇതിനു വേണ്ടി പ്രത്യേകം നമ്മൾ എടുക്കുന്നതാണ്. നല്ല ടെമ്പറുള്ള പിച്ചളയാണ്, നല്ല ക്വാളിറ്റി ഉള്ള പിച്ചളയാണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? നമ്മൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ വടക്കഞ്ചേരിക്ക് അടുത്ത് പുന്നപ്പാടം എന്നുള്ള സ്ഥലമാണ്. പുന്നപ്പാടം ഗോപാലൻ കത്തികൾ ചോദിച്ചാൽ ആരും പറയും. അതുപോലെ അനൂപേട്ടനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാം. നമ്മളെ കുറിച്ച് ചോദിച്ചില്ല, നമ്മുടെ കത്തികളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ. ചേട്ടന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഒരു ആക്സിഡന്റ് പറ്റിയ ആക്സിഡന്റിലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളും ആരോഗ്യസ്ഥിതികളും ഉണ്ട്. പക്ഷെ പണികളും ജോലികളൊക്കെ നന്നായി തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കത്തിക്ക് നല്ല ഡിമാൻഡാണ്. ജനങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മുടെ ആയുധങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കിയത് കൊണ്ടും ജനങ്ങളെല്ലാവരും വാങ്ങിച്ച് സഹായിച്ച് നമ്മുടെ ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്ന കത്തികൾ നമുക്ക് ഡെലിവറി ഉണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട്. നമുക്ക് അയക്കാം. എവിടെ വേണോ അയക്കാം. ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ അയക്കാനുള്ള സൗകര്യം. ഇപ്പോൾ നമ്മൾ 3 മെറ്റീരിയൽ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 മെറ്റീരിയൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ പ്രത്യേകതകൾ എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ വില കൂടുന്നിടത്തോളം അതിന്റെ ക്വാളിറ്റിയും കൂടിക്കൊണ്ടുവരും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇത് നമ്മള് ഇരുമ്പിന്റെ ഷീറ്റിലല്ല, പിച്ചളയിലാണ്. ഫുൾ പിച്ചളയാണ് കേട്ടോ. ഇതിന് നമ്മൾ ഏകദേശം വരുന്നത് 4000-ന്റെ അടുത്ത് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പണിക്കൂലിയാണ്. ഇത് നിർമ്മിക്കാൻ 3.5 ദിവസം എടുക്കും. 3.5 ദിവസവും ഇതിന്റെ മെറ്റീരിയൽ ചാർജാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് മിനിമം ഏകദേശം ഒരു 700 രൂപ നമുക്ക് കൂലി മാത്രം ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഒരു കത്തിയിൽ കിട്ടുന്നുള്ളൂ. അതാണ് അതിന് സത്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, വില കൂടുന്ന അത്രത്തോളം ഇതിന്റെ ക്വാളിറ്റിയും കൂടും. പിന്നെ ഈ മൂർച്ചയുള്ള ഭാഗം വരുന്നത് ഫയലാണ്. ഇത് തേയും തോറും മൂർച്ച കൂടിക്കൊണ്ട് വരുന്ന മെറ്റലാണ്. എത്രത്തോളം തേയുന്നോ അത്രത്തോളം മൂർച്ച കൂടിക്കൊണ്ടേ വരും. അതാണ് ഈ കത്തിന്റെ പ്രത്യേകത. നമ്മുടെ അരത്തിന്റെ തന്നെ വേറെ കത്തികളുണ്ട്, അത് കാണിച്ചു തരാം. ഇത് തന്നെ അരത്തിന്റെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ. ഫുൾ അരമാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ തരം വെട്ടി എടുക്കുന്നതെല്ലാം കേട്ടോ.
ഇത് ഈട്ടിത്തടിയിലാണ്. അതായത് പിടിയിലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പിടിയാണ് ഈട്ടിത്തടി. ഈട്ടിത്തടിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിന്റെ ഹാൻഡിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അതായത് പകുതിയൊന്നും അല്ല, ഒരുപാട് കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണം. ഞങ്ങളുടെ ആയുധങ്ങൾ ഇരുമ്പ് വരെ മുറിക്കാൻ പറ്റുന്നതാണ്. ഇരുമ്പ് വരെ മുറിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളത് കാണിച്ചും തരാം. അത് കാണിച്ചു തരും. ഉറപ്പായിട്ട് കാണിച്ചു. വെറുതെ പറയുന്നതല്ല. അല്ല, കാണിച്ചു തരാം. ഇത് അടുത്ത് നടത്താം. കട്ടായി വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യുമെന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് കാണിച്ചു തരല്ല. ഇനി വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുക്കും. അതായത് ഇപ്പൊ ഒരു കസ്റ്റമർ ഇവിടെ ഒരു കത്തി വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അതേ കത്തിന് കൊടുക്കും. കത്തി നമ്മൾ ഇതുപോലെ ഇരുമ്പ് മുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉണക്ക മരത്തിൽ വെട്ടി പരീക്ഷിച്ച് നോക്കി ആ ആയുധത്തിന്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തിയതിനു ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുള്ളൂ. അതിൽ എന്തെങ്കിലും ഡാമേജുകളോ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. ഞങ്ങളത് മാറ്റിയിടും. അത് ക്ലിയർ ചെയ്തിട്ട് സെയിൽസിലേക്ക് ഇറക്കുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു ആവറേജ് ഒരു കത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും? അത് ഓരോ കത്തിക്കും ഓരോ നിർമ്മാണങ്ങളാണ്. ഈ അരത്തിന്റെ കത്തി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ദിവസം എടുക്കും. ഇത് പെട്ടെന്ന് പഴുക്കില്ല. ഈ സാധനം നമ്മൾ പെട്ടെന്ന് പഴുക്കില്ല. പെട്ടെന്ന് പഴുത്ത് ഇത് അടിച്ച് അങ്ങനെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഇതിൽ ഒരുപാട് ഇതുണ്ടല്ലേ, ബുദ്ധിമുട്ടുകളുണ്ട്. ചൂട് അറിയാലോ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. വേനൽക്കാലത്ത് പിന്നെ നമ്മളിവിടെ ഇരിക്കില്ല. അങ്ങനെയാണ് ചൂട്. പക്ഷെ നമ്മുടെ തൊഴിലായി, നമ്മുടെ ജോലിയാണ്, നമ്മുടെ അന്നമാണ്. നമ്മൾ അതിനനുസരിച്ച് തന്നെ ചെയ്യും. നമ്മൾ എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മുതുമുത്തശ്ശന്മാരായിട്ട് ചെയ്യുന്നതാണ്. ക്ഷേത്രത്തിൽ വെക്കുന്ന വാളുകള്, അങ്ങനത്തെയുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. ഞങ്ങളിവിടെ നിർമ്മിക്കലുണ്ട്. ജനങ്ങൾക്ക് ഞങ്ങളത് കൊടുക്കലുണ്ട്. ഞങ്ങളുടെ ക്വാളിറ്റികളൊക്കെ എല്ലാം അറിയാം. കേരളം മുഴുവൻ ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം. അല്ല, ഗോപാലൻ കത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ടാണ് നമ്മളടുത്ത് പ്രേക്ഷകർ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അനുവേട്ട ഇത് ചെയ്തിരുന്നോ? നമ്മൾ ചെയ്തിരുന്നു. ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ചേട്ടനാണ്. ഇതാണ് ചേട്ടൻ അല്ലേ? ചേട്ടന്റെ പേര് ഗോപിനാഥൻ അല്ലേ? ഓക്കെ. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. 1 കിലോന്റെയാണ് തൂക്കം വരുന്നത് കേട്ടോ. 1 കിലോ. അതായത് ഇത് മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതിന്റെ പിടി ഈട്ടിത്തടിയിലാണ്. ഈട്ടിത്തടിയില് സ്റ്റീലിന്റെ ചിറ്റിലാണ് നിർമ്മാണം. 2 ആണിയുണ്ട്. ഇനി ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നും കൂടി നമുക്ക് കാണിച്ചു തരാം. ഇത് ഏത് മെറ്റീരിയൽ ഉണ്ടാക്കിയത്? ഇത് വണ്ടിയുടെ ലീഫ്. അത് ലോറിന്റെ ലീഫ് തന്നെ ഞങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുള്ളൂ. കാരണം വലിയ ആയുധങ്ങൾക്ക് നിർമ്മിക്കാൻ നല്ലത് ലോറിന്റെ ലീഫ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇറച്ചി കത്തിയായിട്ട് അതിന്റെ തൊട്ട് വാഹനങ്ങൾ, അതായത് ചെറിയ വാഹനങ്ങളുടെ എടുക്കുന്നത് ഇതിന്റെ ടെമ്പർ നമ്മൾ കൂടുതലും ഓയിൽ ടെമ്പർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ കാച്ചിക്കാനൊന്നും കൊടുക്കണ്ട. പൊടിയിട്ട് തേച്ച് സുഖകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം. വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വാട്ടർ ടെമ്പറിംഗ് ആകുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് കൊണ്ട് കാച്ചിക്കേണ്ടി വരും. ഇതിന്റെ ഗുണമേന്മ, അതായത് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്ത് നോക്കാൻ പോവാ. ഇരുമ്പ് കട്ട് ചെയ്തല്ല, ഇരുമ്പ് വെട്ടി പരീക്ഷിക്കുകയാണ്. ഇരുമ്പ് വെട്ടി കാണിക്കുകയാണ് ഈ കത്തി കൊണ്ട്. അതിൽ വെട്ടിയ പീസ് ഒന്ന് കാണിച്ചെടുത്തേ. റെഡിയാ? അതെ, അതിന്റെ ഭാഗത്തിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതെ. അല്ല, ആൾക്കാർ അല്ലെങ്കിൽ വിചാരിക്കും നമ്മൾ ചെറിയ ഭാഗം കട്ട് ചെയ്തു. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ക്വാളിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന്റെ ഭാഗത്തിലേക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? പിന്നെ ഇത് മാത്രമല്ല, എല്ലാവരും പച്ച മരങ്ങൾ ആദ്യം വെട്ടാനാ പറയാ. നമ്മളത് ഉണക്ക മരങ്ങൾ വെട്ടി കാണിച്ചു കൊടുക്കാം. എല്ലാവരും പോയി പച്ചയിൽ വെട്ടാനാ പറയാം. നമ്മൾ അങ്ങനെ ഒന്നും കാണിച്ചു കൊടുക്കില്ല. എന്റെ പഴയ വീട്ടിൽ കട്ടടയാണ്. അത് വെട്ടി ഇങ്ങനെ. ഇനി അതും കൂടി കാണിച്ചു കൊടുക്കാം. അതായത് ഒരിക്കലും പോകില്ല. അതിന്റെ ഭാഗത്തിലേക്ക് ഒരു പ്രശ്നമായിരുന്നു. നിങ്ങൾ നോക്കിക്കോളൂ. അതായത് കാണാം, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാലോ. നോക്ക്, പ്രശ്നമൊന്നും ഇല്ലത്. കൊടുക്കുന്നത് നമ്മളിവിടെ ഉള്ള എല്ലാ കത്തികളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്ത് വെച്ചാൽ പറയണ്ട, നമ്മൾ ഇവിടെ നിന്ന് എടുത്തതാണ്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാം. വേറെ എന്തുണ്ടെങ്കിൽ ഒരു കാര്യം അല്ല, സംശയമില്ല, നമ്മൾ കണ്ടതാണ്, നമ്മൾ ഇവിടെ എടുക്കുന്നത് കണ്ടതാണ്. റെഡി, അത് മതി. ഓക്കെ. ഇത് പാലക്കാട് മാത്രം കണ്ടുവരുന്ന ഒരു മരംവെട്ടുകൂടുമല്ല, പാലക്കാട് മോഡലാണ് സാധനം. പാലക്കാട് മോഡൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിടി നമ്മൾ കൈകൊണ്ട് ചെത്തി മിനുക്കി ഉണ്ടാക്കിയ പിടിയാണ്. ഈ പിടി നമ്മൾ കൈകൊണ്ട് ചെത്തി മിനുക്കി അരകൊണ്ട് രാഗി എടുത്തിട്ടുള്ള പിടിയാണ്. ഈ ഒരു ചുറ്റും ഈ ഒരു ആണിയും കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ ഇതൊരു 80% ബലമായി.
അതിന് കൂടാതെയാണ് നമ്മൾ ഒരു ആണിയും കൂടി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കീറിയിട്ട് ഈ സാധനം ഫുള്ളായി ഇറക്കിയിരിക്കുന്നത് കണ്ടോ? ഇതാ ഈ സൈഡ് ഇത് ബ്ലേഡ് അല്ല, ബ്ലേഡിനെ പോലെ അത്രയും ക്വാളിറ്റി ആയിട്ട് മൂർച്ച കിട്ടുന്ന മരം വെട്ട് കൊടുവാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്രയും വലിയൊരു കുഴ ഒരു വെട്ടിന് ഇത് പോകണം. അപ്പം അതിനനുസരിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. അത്രയും ക്വാളിറ്റി ആയിട്ട് ഇത് കൈകൊണ്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ദീർഘകാലം ഇത് കംപ്ലൈൻറ്റ് ഇല്ലാതെ ഒരുപാട് കാലം കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മെഷീനിൽ ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൽക്കരിയിലും മറ്റ് ഇതിലൊക്കെയാണ് ഈ സാധനം പഴിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ യഥാർത്ഥ ഇരുമ്പിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അതാണ് സംഭവം. നമ്മൾ ചെയ്യുന്നത് സാധാരണ കരിയിലാണ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണനിലവാരം ഇതിൽ തന്നെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് നശിക്കില്ല. അതായത് നമ്മളൊരു കത്തി വാങ്ങുമ്പോൾ പോലും ഒരു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പല മാർക്കറ്റിൽ പലതും കിട്ടാറുണ്ട്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആയുധം ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മേടിക്കുക. എൻ്റെ അടുത്ത് നിന്നല്ല, എവിടെ നിന്നാണെങ്കിലും ആയുധങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇറച്ചി കത്തി മേടിക്കണേ എന്താ നമുക്ക് ഇറച്ചി നുറുക്കാനും അതുപോലെ ഹെവി ബോൺസ് ഒക്കെ വെട്ടാനാണ്. അത് നമ്മൾ വെട്ടി പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മേടിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ ഇത് വേറൊരു കേസ്, ഈ സാധനം മറ്റുള്ള ആയുധങ്ങളൊക്കെ 150, 160 കിട്ടും. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 260 റുപ്യ 280 രൂപ ഒരു കിലോന് ഇരുമ്പിന് വരും ലീഫിന്. ഇതെങ്ങനെ 260 റുപ്യക്ക് ഈ ഒരു വാക്കത്തി കിട്ടും? പണി ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ കിട്ടും? അപ്പൊ തന്നെ മനസ്സിലാക്കാതെ ഒറിജിനൽ അല്ല. ഒറിജിനലിന് നല്ല വില കൊടുക്കേണ്ട തന്നെ വരും. അത്ര. ഇത് നമ്മളെ തിരുവനന്തപുരം മോഡലാണ്. തിരുവനന്തപുരം മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ തൂക്കം വരുന്ന എണ്ണയാണ് കേട്ടോ. ഇതിൽ കെട്ടിയിരിക്കുന്ന പിച്ചളന്റെ ക്വാളിറ്റിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലോക്കൽ പിച്ചളയല്ല. ഇതിന്റെ കനം കണ്ടോ? കണ്ടോ? ഇതിന്റെ കനം കണ്ടോ? ഈ പിച്ചള നല്ല ക്വാളിറ്റി ഉള്ള പിച്ചള. അതായത് നമ്മളത് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ. ഈ സാധനം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഇതിൽ ഫുൾ ഹാൻഡിലാണ് കേട്ടോ. അത് മുഴുവനായിട്ടുണ്ട്. ഇതാ കേട്ടോ, ഫുൾ ഹാൻഡിലായിട്ട് പോകുന്നതാണ്. 2 സൈഡ് പിടി വരുന്നത്, അടുക്ക് പിടി എന്ന് പറയും. ഇത് തെങ്ങുകത്തിയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ട്രിവാൻഡ്രം മോഡല് തെങ്ങുകത്തിയായിട്ട് അവര് തെങ്ങ് കർഷകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ വെട്ടുകത്തി പല സ്ഥലങ്ങളിലും ഉപയോഗിക്കലുണ്ട്. ഒരുപാട് മോഡലുകളുണ്ട്, കാണിച്ചു തരാം. ഓരോ മോഡലാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചു തന്ന ഈ നാടൻ വാക്കത്തി വെട്ടുകത്തി എന്ന് പറയുന്നത് പാലക്കാടാണ്. ഇത് ട്രിവാൻഡ്രം, കണ്ണൂർ, കാസർഗോഡ് അങ്ങനത്തെ ഓരോ മോഡലിലും ഓരോ ജില്ലക്കാർക്കും ഓരോ വെട്ടുകത്തി ഉണ്ട്. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നത് പോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കാം. അതായത് നമുക്ക് കുറച്ച് സമയം വേണം. കാരണം പഴയ പോലെയല്ല, ഇപ്പൊ തിരക്കുകൾ നമുക്ക് ഒരുപാട് ഓർഡർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്. സംഭവം ഇതാണ്. കാരണം നമ്മളിത് ചെയ്തെടുക്കാൻ 2 ദിവസം എടുക്കും. അപ്പൊ ഇതേപോലെ ഒരു 10 ഓർഡർ വന്നു കഴിഞ്ഞാൽ ഏകദേശം 20 ദിവസം പോയില്ലേ. അപ്പൊ വരുന്നവര് കുറച്ച് മുഷിക്കലുണ്ടാവും. സംഭവം ഇതാണ്, തിരക്കുണ്ട്. ചേട്ടാ, ഇപ്പൊ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഒരു കത്തി, ഇത് നമുക്ക് ഒരു കേരളത്തിൽ എവിടെയെങ്കിലും ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം പൈസ വരും ഈ കത്തി ഉൾപ്പെടെ? ഇത് നമ്മളിപ്പോ ഡെലിവറി കൊടുക്കുന്നത് വെറും 50 രൂപയ്ക്കാണ്. കേരളത്തിന്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും ഡെലിവറി കൊടുക്കും. 50 രൂപ. ഇതിന് എത്ര കോസ്റ്റ് വരും കത്തിക്ക്? 50 രൂപ. ഈ വില വരുന്നത് ഇത് ഏറ്റവും ഞങ്ങളെ ഇവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും വില വരുന്നതാണ്. വില ഉള്ളതാണ്. ഇത് 4500 വരും. 4500. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ പ്രത്യേകത പിച്ചളയാണ്, ഹൈ ക്വാളിറ്റി പിച്ചളയാണ്. ഇത് നിർമ്മിച്ചെടുക്കാൻ ഏകദേശം 2 ദിവസം വരും. അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത്. ഇത് ഏറ്റവും ടോപ്പ് റേറ്റ് ആണ് കേട്ടോ. റേറ്റ് കണ്ടിട്ട് ആരും നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 60 വർഷത്തോളം അതിന് പുറത്ത് വേറെ കത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം. അത് ഞാൻ ഉറപ്പ് തരാം. പിടിച്ചോ. ഇത് ഏകദേശം കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന തെങ്ങുകത്തിയാണ്. ഇത് കണ്ണൂർ ഭാഗത്ത് വരുന്ന തെങ്ങ്. ഇത് ഫുൾ ഈട്ടിത്തടിയിലാണ് കേട്ടോ. 4 ചിറ്റുണ്ട് കണ്ടോ. ഇത് നല്ല അടിപൊളി മോഡലാണ്. എല്ലാവർക്കും നല്ല സെയിൽ പോകുന്ന സാധനമാണത്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പ്രൈസ് പറയുന്നതിൽ പ്രശ്നമില്ല. ഇതിന് എത്ര വരും നമുക്ക് പ്രൈസ് വരും? ഇത് ഏകദേശം 2500 വരും. 2500. കേരളത്തിൽ ഡെലിവറി ചെയ്യുമ്പോൾ 50 രൂപ എക്സ്ട്രാ. അത് നമ്മൾ കൂടുതൽ സാധനം എടുത്താൽ 50 രൂപയിൽ ഈടാക്കില്ല. അതും കട്ട് ചെയ്യും. ചേട്ടാ നമസ്കാരം, പേരെന്താ? എൻ്റെ പേര് ഹരിദാസ്. സ്ഥലം ഇവിടെ അടുത്താണോ? സ്ഥലം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ. കത്തി വാങ്ങാനായിട്ട് വന്നതാണോ ഇവിടെ? കത്തി വാങ്ങാനായിട്ട് വന്നു. എങ്ങനെയാണ് ഇവിടെ സ്ഥിരം കത്തി വാങ്ങാറുണ്ടോ? ഞാൻ ഡെയിലി പോയിട്ട് വരുമ്പോൾ കാണാറുണ്ട്. ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാന്നൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് വേറെ എവിടെയും പോകാറില്ല. ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് ആ വീട് കത്തികളെല്ലാം? എങ്ങനെയുണ്ട് ഇവരുടെ കത്തികൾ ഉപയോഗിച്ച് നോക്കിയിട്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല കത്തികളാണ്. വില കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മറ്റുള്ള വില എങ്ങനെയുണ്ട്? മറ്റുള്ള വില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരിച്ച് അവർ തരും. നമ്മുടെ റേറ്റിനനുസരിച്ചിട്ട് അവർ തരും. നമുക്കിപ്പോൾ എത്ര രൂപ കയ്യിലുള്ളതെന്ന് വെച്ചാൽ കയ്യിലുള്ളവരനുസരിച്ചിട്ട് അവർ കത്തി ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ പണിത് തരും അല്ലേ? നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതെ. ഓക്കെ, താങ്ക്സ് ചേട്ടാ.
ഇത് വരുന്നത് നമ്മളിവിടെ വരുന്നവർക്ക്, അതായത് രണ്ട് പേരുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സാധനങ്ങൾ അന്വേഷിച്ച് വരുന്നവരുണ്ട്. അന്വേഷിച്ച് വരുന്നവർക്ക് നമ്മൾ 10-50 കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ. കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. കാരണം ഒരു 3 കത്തി എടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് വരിക ഒരു കാറിന് ഒരു ദിവസം പോകും. അവരുടെ എക്സ്പെൻസീവ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വില കുറച്ച് കൊടുക്കും. ഇതൊക്കെ ഏകദേശം 850-950 വരുന്ന റേറ്റ് വരുന്നത്. 750 ഗ്രാം വെയിറ്റ് വരും കേട്ടോ. വാക്കത്തി സാധാ. ഇത് മരപ്പിടിന്റെ ആണ് കേട്ടോ. ഫുൾ ഹാൻഡിൽ ആണ്. ഇതിലൊരു വള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ കൊളുത്തൊക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇത് നമ്മൾ ലീഫിലുണ്ടാക്കുന്നതാണ്. എല്ലാം ലീഫിലാണ്. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കും. അതായത് ഇപ്പൊ ഇതിൽ വരുന്നത് നമ്മളെ പിച്ചള അങ്ങനെയുള്ള വർക്കുകളില്ല. അത് കുറയും. സിമ്പിൾ ആയിട്ട് ഒരു വീട്ടിക്ക് യൂസ് ചെയ്യാൻ അത് മതി. മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. കാരണം എന്താ ഒരു വീട്ടിക്ക് ഉപയോഗിക്കാൻ എന്തിനാ വില കൂടിയത്? ഞാൻ പല ആൾക്കാരുടെ പറയുന്നതാണ് വില കൂടിയത് മേടിക്കണ്ട. നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ എന്താണ് 10-700 650 ഇല്ലെങ്കിൽ ഒരു 1200 ഒക്കെ താഴെയുള്ളത് എടുത്തോ. അത് മതി. ഒരു വീട്ടിൽ യൂസ് ചെയ്യാൻ അത് മതി. എന്തിനാ ഒരുപാട് വില കൊടുത്ത് എടുക്കുന്നത്? മെറ്റീരിയൽ സെയിം ആണല്ലോ. മെറ്റീരിയൽ സെയിം ആണ്. അപ്പൊ ധൈര്യത്തെടുക്കാം. നമ്മള് ഇപ്പൊ 4500 കത്തിയില് അത് ഏകദേശം അതൊരു 60 വർഷം നിൽക്കണമെങ്കിൽ ഇതൊരു 35-40 വർഷം നിൽക്കും. സുഖമായിട്ട് നിൽക്കും. എന്താണ് പ്രശ്നം? ഒരു ആയുസിൽ അത് മതിയാവും. അത് മതിയില്ലേ? പിന്നെ വേറെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. ഇത് നമ്മൾ ചെറിയ അയർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് മരത്തിന്റെ ഹാൻഡിലാണ്, പിടിയാണ് വരുന്നത്. ഇതിൽ ഫുൾ ഹാൻഡിലാണ്. ഇത് ചെറിയ ചില്ലുകൾ അയർക്കാനും മറ്റുള്ള നമ്മളെ കാട അയർക്കാനും വേലി അയർക്കാനൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പാണത്. ചെറുത്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒക്കെ ചോദിക്കും. കനം വേണ്ട, ഒരു നല്ല ക്വാളിറ്റി വേണം, പക്ഷെ കനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദിക്കലൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ്. അതിന് എത്ര വരും ചേട്ടാ പ്രൈസ്? ഇതിന് 750 ആ റേറ്റ് വരും. ഇത് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന തെങ്ങ് കത്തി തൃശ്ശൂർ ഭാഗത്ത്. ഇത് പ്രത്യേകത്തിന്റെ അടിഭാഗത്തൊക്കെ ഡിസൈൻ ഉണ്ട് കേട്ടാ. ഇതാണ് അടിഭാഗത്തൊക്കെ ഡിസൈൻ ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തു വെച്ചത് പോളിഷൊക്കെ ചെയ്തിട്ടൊക്കെ കൊടുക്കുള്ളൂ. ഇത് എന്താ തൃശ്ശൂർ ഭാഗത്ത് നമ്മൾ തെങ്ങ് കയറ്റക്കാർ കർഷകർ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിങ്ങനെ തോളിലിട്ട് ഇങ്ങനെ നടക്കും. തോളിലിട്ട് നടക്കും ഈ സാധനം. ഇത് ഒരു ടൈപ്പ് പിടിച്ചു. അതിനെങ്ങനെ വരുന്നുണ്ട് പ്രൈസ്? ഇതിന് വരുന്നത് 2000 വരുന്നുണ്ട്. 2000. ഇത് അമ്മമാര് തൊഴിലുറപ്പ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഒരുപാട് അത് ഒരുപാട്. ഇതൊക്കെ 400 രൂപ 500 രൂപ വെയിറ്റ് ആ റേറ്റേ വരുള്ളൂ. അത്രേ വരുള്ളൂ. കാട് വെട്ടാൻ അയർക്കാൻ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീശരുവാളിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ്. അത് പറഞ്ഞിട്ട് ക്വാളിറ്റി കുറയില്ല. ആ ക്വാളിറ്റിയും കാണിച്ചു തരാം. ഇത് നമ്മള് പുല്ലയർക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പുല്ലയർക്കാൻ ഇതുകൊണ്ട് നമുക്ക് തടികൾ കളിക്കാം. അതായത് ഇതിന്റെ പേര് തന്നെ പുല്ല് വീശിയാണ്. പുല്ല് ഇറക്കാൻ ഉപയോഗിക്കുന്ന സാധനം. തടി വെട്ടാൻ പറ്റുമോ? പറ്റില്ല. ഞങ്ങളുടെ ആയുധം പറ്റും. ഞങ്ങളത് കാണിച്ചു തരാം. ഇത് പുല്ല് വെട്ടിക്കൊണ്ട് തടി വെട്ടുക. അത്രേ ഉള്ളൂ. ഭാഗം മടങ്ങ പൊട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു വ്യത്യാസവും പുല്ല് വീശിയാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മൾ എടുത്ത് പറയണ്ടല്ലോ. പുല്ല് വീശി വാങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മരം വെട്ടാൻ ഉപയോഗിക്കാന്നാണ് ചേട്ടൻ പറയുന്നത്. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇറച്ചിക്കത്തിയാണ് കേട്ടോ. ഇറച്ചിക്കത്തി, മീൻ അങ്ങനത്തെ ഉള്ളതൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇതും അതുപോലെ തന്നെ ഫുൾ ഹാൻഡിലാണ്. ഇടിത്തടിയിലാണ് നിർമ്മാണം. ഇത് ഹെവി ബോൺസ് ഒക്കെ വെട്ടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. കോഴിക്കടയിലൊക്കെ ഉപയോഗിക്കാം. ഇത് പിടിയുള്ളത്, പിടി ഇല്ലാത്തതുണ്ട് വേറെ. അത് കാണിച്ചു തരാം. ഇതിന് എത്ര വരും ചേട്ടാ ഈ പ്രൈസ്? ഇത് ഏകദേശം 750 രൂപ. അതായത് നമ്മള് ചിലപ്പോൾ ഒരു 50 രൂപന്റെ വ്യത്യാസം വരും. കുറയാനോ കൂടാനോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് 1-100 തൂക്കം 1-200 തൂക്കം വരുന്ന ചോപ്പറാണ്. അതായത് നമ്മളെ ഹെവി ബോൺസ് ഒക്കെ വെട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇറച്ചിക്കടയിൽ, കോഴിക്കടകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ടൈപ്പ്. ഇതിന്റെ തന്നെ തൂക്കം കുറഞ്ഞുണ്ട് കേട്ടോ. തൂക്കം കൂടിയതുണ്ട്. കസ്റ്റമേഴ്സിന്റെ അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഏകദേശം 2.5 കിലോ. ഇത് 1-100 2.5 കിലോ വരുന്ന തൂക്കമുള്ളതടക്കം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ചില ആൾക്കാർക്ക് നല്ല തൂക്കമുള്ള വേണം, ചില ആൾക്കാർക്ക് തൂക്കം കുറവായിട്ടുള്ളത് കൈവഴക്കം പോലെ ഇരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ നിർമ്മാണം. ഈ സാധനം വെയിറ്റിനനുസരിച്ചാണ് നമ്മുടെ റേറ്റ് വരുന്നത്. അതായത് ഏകദേശം ഒരു 400 ഗ്രാം വെയിറ്റ് ആണെങ്കിൽ 400 രൂപയെ വരുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പം 1-100. ഇത് 1-200ന്റെ 1-100ന്റെ ഉണ്ട്. അങ്ങനെയുണ്ട്. മീൻ കത്തിന്റെ തന്നെ ഒരുപാട് മോഡലുകളുണ്ട്. നമുക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മോഡലുകൾ. ഇത് സ്ലൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ടയർ ബീഡിന്റെ ആണ്. ഈ ടയർ ബീഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് തന്നെ എന്താ പറയാ, ഈ
മീൻ കത്തിയിൽ എപ്പോഴും ഈ വെള്ളം നനഞ്ഞുകൊണ്ടേയിരിക്കും. അതെ അതെ. വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പിടിക്ക് ഡാമേജ് വരാതിരിക്കാനാണ് ടയർ വീടിൻ്റെ തന്നെ വെക്കുന്നത്. ഇത് ഓയിൽ ടെമ്പർ ആണ് കേട്ടോ, സ്ലൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അതായത് എത്ര വലിയ മീൻ ഇതുകൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റും. പ്രൈസ് എങ്ങനെ വരും ചേട്ടാ? അത് പ്രൈസ് നമ്മൾ 500 രൂപയ്ക്കാണ്. 500 രൂപയാണ് വരുന്നത്. ഇത്ര, അതായത് നമ്മളൊരു ചെറിയൊരു കത്തിയാണെങ്കിൽ നമ്മൾ ഡെലിവറി കൊടുക്കും. ചെയ്യാം. 100 രൂപയുടെ കത്തിയായിരുന്നാലും നമുക്ക് ഡെലിവറി കൊടുക്കും. ഇത് ഉള്ളതിൽ തന്നെ ഇറച്ചി കത്തികളിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ളതാണ് കേട്ടോ, ഏറ്റവും നല്ല ഇതായിട്ടുള്ളത്. ഇത് മീൻ കത്തിയാണ് ശരിക്കും. ഇതാണ്ടോ, കനം കുറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ നല്ല വലിപ്പമുള്ളതാണ്. അതായത് ഹെവി ബോൺസും അതുപോലെ തന്നെ മീനും വലിയ മീനൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. വലിയ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. ഫുൾ ഹാൻഡിലാണ്. 3 ആണികളാണ് കൊടുത്തിട്ടുള്ളത്. 3 ആണി കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിച്ചള കെട്ടിലാണ്, ഈട്ടിത്തടിയാണ്. നമ്മുടെ കത്തികൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലെ വീഡിയോസുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, 50 രൂപന്റെ കറുക്കത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. ആ 50 രൂപന്റെ അടക്കം നമ്മൾ ഈട്ടിത്തടിയിലാണ് കൊടുത്തിട്ടുള്ളത്. 50 രൂപയിൽ പോലും ഈട്ടിത്തടിയാണ് കൊടുത്തിട്ടുള്ളത്. അതും ഓയിൽ ടെമ്പറാണ്. ചില കത്തികൾ ഞങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. ഉള്ളവർ ഓപ്പണായിട്ട് പറയാം, ചില കത്തികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന നഷ്ടം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധങ്ങളും ഞങ്ങളുടെ ഈ പേര്, ഞങ്ങളുടെ ഗോപാൽ നൈഫ് എന്നുള്ള പേര് ലോകം മുഴുവൻ എത്തണം. അത് ജനങ്ങൾ നല്ല ക്വാളിറ്റി തിരിച്ചറിയണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്കതിൻ്റെ ഇടയിൽ. കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും നമ്മൾ ഒരു കത്തി എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത്രേ ഉള്ളൂ. അത് നമ്മളെ എക്സിബിഷന് മറ്റുള്ളവരൊക്കെ പോകലുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കത്തികൾ ചോദിച്ചു മേടിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് ചില്ലറ കിലോമീറ്റർ അല്ല. കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ കത്തിന്റെ വിശ്വാസം കൊണ്ടാണ് അവർ വരുന്നത്. ആ വിശ്വാസം ഞങ്ങൾ നിലനിർത്തണം. നമ്മളും അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഇവിടെ എത്തിയത്. അത്രേ ഉള്ളൂ. ഇത് പിടിച്ചത് ഇത് പോത്തുകൊമ്പാണ് കേട്ടോ. ഈ പോത്തുകൊമ്പിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടാവും. പോത്തുകൊമ്പ് 2 ടൈപ്പ് ഉണ്ട്. ഇത് ബ്ലാക്ക് അല്ല, ഇത് വൈറ്റ്, ഇത് ബ്ലാക്ക്. ഇത് 2 പോത്തുകൊമ്പാണ്. പോത്തിന്റെ കൊമ്പ്. ഈ 2നും പ്രത്യേകതര ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെയിം മെറ്റലാണ്. 2 മോഡൽ വ്യത്യാസമുണ്ട്, സെയിം മെറ്റലാണ്. പണ്ട് കാലത്തെ കാരണവന്മാർ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇത് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയുന്നത് 60 വർഷം. ഇത് ഒന്നില്ലെങ്കിൽ ഇത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ ഇത് ആരെങ്കിലും അടിച്ചു മാറ്റണം, അല്ലാതെ ഇത് പോവില്ല, നശിച്ചു പോവില്ല. കാരണം ഞങ്ങൾ 60 വർഷം ഉറപ്പ് പറയാൻ കാരണം 60 വർഷമുള്ള കത്തി ഈ അടിയിൽ ഞങ്ങൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ കത്തി ഞങ്ങൾ ഈ അടിയിൽ ഇവിടുത്തെ ഒരു ആണി വിട്ടുപോയി, ആ ആണി ഞങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അച്ഛനും മരണപ്പെട്ടു, അച്ഛൻ്റെ അച്ഛനും മരണപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ചെറിയ കത്തി ഇപ്പോഴും ഉണ്ട്. അതാണ് അടുത്തത്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ മടക്ക് കത്തിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് വരുന്നത് പിച്ചളന്റെയാണ്. ഫുള്ള് പിച്ചള. ഈ പിച്ചളക്ക് തന്നെ വരും ഏകദേശം ഒരു 50 രൂപ. ഇതിന്റെ വില 100 രൂപയാണ്. ആ കത്തിക്ക് വെറും 100 രൂപയാണ്. ഇത് ഒരു ദിവസം നമുക്ക് 2 നിർമ്മിക്കാൻ പറ്റുള്ളൂ. 200 രൂപ. അത്ര ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഒരു ദിവസം. അതായത് 2 എന്ന് പറഞ്ഞാൽ ഈ മടക്ക് കത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചെറിയൊരു ഫാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇതാണ്ടോ 5 സെന്റിമീറ്റർ ഉള്ളു കേട്ടോ. മടക്കി കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ ഇത്രയേ ഉള്ളൂ സാധനം. ഇത് കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ബൈക്ക് റൈഡേഴ്സും അതുപോലെ തന്നെ യാത്രകൾ പോകുന്നവർക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നൂല് മുറിക്കാൻ അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഉപയോഗിക്കാം. സിമ്പിൾ യൂസിന് മാത്രം 5 സെന്റിമീറ്റർ കേട്ടോ. പിന്നെ ഈ മടക്ക് കത്തിയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം എല്ലാം നിൽക്കുന്നത് ഇത് ഈ ഒരു ആണിയിലാണ്. ഇതാണ്ടോ ഈ ഒരു ആണിയിലാണ്. ഇതാണ്ടോ ഈ ആക്ഷൻ ഈ ഒരു ആണിയിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഈ ഒരു ആണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആണിയിൽ 1 അടി കൂടുതൽ അടിച്ചാലും 1 അടി കുറവ് അടിച്ചാലും പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് 1 അടി കൂടുതൽ അടിച്ചാൽ ഇത് ടൈറ്റ് ആവും, 1 അടി കുറവ് അടിച്ചാൽ അത് ലൂസ് ആവും. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് മടക്ക്. ഒത്തിരി പണി ചെയ്യേണ്ടി വരും. അതാണ്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മടക്ക് കത്തികൾ കയറ്റുമതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 3-4 ആൾക്കാരെ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അതിലൊരു ടീം നമ്മളാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് കിട്ടും, നമ്മുടെ കത്തി തന്നെയാണ്. അവിടുന്ന് പോകുന്നതാണ്. അതായത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഞങ്ങൾ കൊടുക്കുന്ന വിലയിൽ നിന്ന് എങ്ങനെ പോലും ഒരു 1000 രൂപ മാറ്റം അവിടെ ഉണ്ടാവും. ഒരു ചെറിയൊരു ലാഭം ഇല്ലാണ്ട് ആരും കൊടുക്കില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ്
അവിടെ ഈ റേറ്റ് വരും. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിന് ഇവിടെ നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ വില കുറച്ച് എടുക്കാൻ പറ്റും. ഇത് 3.5 ദിവസം എടുക്കും കേട്ടോ. അതൊന്നും ഒരു കത്തി ഉണ്ടാക്കാൻ 3.5 ദിവസം എടുക്കും. ഈ സാധനം 3.5 ദിവസം എടുക്കും ഇത് നിർമ്മിച്ചെടുക്കാം. ഇതൊക്കെ അത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇതെല്ലാം അരകൊണ്ട് രാഗി ഒപ്പം വരുന്നതാണ്. ഡിസൈൻ എല്ലാം ഈ അരകൊണ്ട് രാഗി കൊത്തുപണികളെല്ലാം ചെയ്യുന്ന എല്ലാം നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇതെല്ലാം ഇതാണ്. ഇത് പിച്ചളൻ്റെയാണ് കേട്ടോ. അത് പിച്ചള കളർ പോയതാണ്, പിച്ചളയാണ് ചെയ്തിട്ടുള്ളത്. ഈ മറ്റേ ഈ റൗണ്ട് നമ്മൾ ചാവിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ മറ്റേ കസ്റ്റമേഴ്സിന് പണ്ട് കാലത്തെ പൂജാരിമാരൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാവരുടെ അടുത്തുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളൂ. എല്ലാ ക്ഷേത്ര പൂജാരിമാരുടെ മടക്കുകുത്തിലും ഈ സാധനം ഉണ്ടാവും. ഇത് രണ്ടും ഒരേ കത്തിയാണ്. ഇത് ഞങ്ങൾ ഇന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കത്തിയാണ് കേട്ടോ. ഇത് തന്നെയാണിത്. പോളിഷ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആവും. ഈ സാധനം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇത് ഫയലിലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പാടുകൾ കണ്ടോ, ഫയൽ തന്നെ ഉണ്ടോ. ഇതൊക്കെ നമ്മൾ രാഗി മിനുക്കിയിട്ടുള്ളതാണ്. അരത്തിന്റെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അതിൽ നിങ്ങൾ വച്ചേക്കും അല്ലേ അതിന്റെ പാട്. അരത്തിൽ ചില ഇതിൽ പാടുണ്ടാവില്ല. ചില കസ്റ്റമേഴ്സിന് പാട് വേണ്ടാന്ന് പറയും. തിരിച്ചറിയണമെങ്കിൽ അങ്ങനെ അതിൽ പാടുകൾ ഉണ്ടാവും. ചില ഇതിൽ പാടുണ്ടാവും. ഇപ്പൊ ബഹിർവേഷം പാട് വേണ്ടെന്നാ പറയുന്നത്. നഷ്ടപ്പെടും. ഇത് ചെയ്യുന്ന ക്വാളിറ്റി പിച്ചളയിലും അതുപോലെ തന്നെയാണ് കേട്ടോ. രുദ്രാക്ഷം നല്ല ക്വാളിറ്റി ഉള്ള രുദ്രാക്ഷത്തില് ചെമ്പിന്റെ ആണിയാണ് കൊടുത്തിട്ടുള്ളത്. ചെമ്പിന്റെ. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സംഭവം. പണി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഇതുപോലെ ഫിനിഷാവും. ഇത് വായ്ത്തലൊക്കെ ചില ആൾക്കാർക്ക് ഫുൾ പോളിഷ് വേണമെന്ന് പറയും. ചില ആൾക്കാർക്ക് ഇതുപോലെ ആ പോളിഷ് മതി, വായ്ഭാഗം മാത്രം. ഇത് കസ്റ്റമേഴ്സിന്റെ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് മേടിച്ചിട്ട് ഇതിന്റെ ഉപയോഗിക്കേണ്ട രീതി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതായത് ഈ സാധനം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വായ്ഭാഗം ഭയങ്കര കനം കുറവാണ്. ബ്ലേഡ് പോലെയല്ല, ഞാൻ പറഞ്ഞല്ലോ ബ്ലേഡാണ് സാധനം. അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണിത്. ഈ സാധനം മടക്കേണ്ടതും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ ഇതൊന്ന് തുടച്ച് മിനുക്കുക. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ, അതായത് തലയിൽ തേക്കുന്ന നമ്മുടെ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ഇത് മടക്കേണ്ട രീതി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സാധനം മടക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൈ വിടാതെ നോക്കുക. കൈ വന്നു കഴിഞ്ഞാൽ ഈ സാധനം അറിയാതെ താണ്ട കൈ അതിൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ കൈ കഷ്ണമാവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തന്നെ പിടിക്കുക. പിടിച്ചിട്ട് പെട്ടെന്ന് വിടരുത്. ഇത് വളരെ പതുക്കെ വിടുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആണികൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ ആണികളൊക്കെ ക്വാളിറ്റി ഉള്ള ആണിയാണ്. ഈ വായുഭാഗത്തിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ വായുഭാഗം മടങ്ങാനോ പൊട്ടാനോ ചാൻസ്. ബ്ലേഡ് കനം കുറവായത് കൊണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇത് മടക്കാനും നൂർത്താനും അറിയാം. ചില ആൾക്കാര് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതുകൊണ്ട് അടക്ക ചുരണ്ടേ ചെയ്യുള്ളൂ, അടക്ക വെട്ടില്ല. കാരണം വായ്ഭാഗം അത്രയും കനം കുറവാണ്. അടക്കത്തിന്റെ പ്രത്യേകത അതാണ്. എല്ലാവരും പച്ചക്കറി അരിയാനും ഉപയോഗിക്കുന്നത്. നമ്മളത് പേപ്പർ കണ്ടിച്ചാണ് കളിച്ചു കൊടുക്കുന്നത്. ഇത് മൂർച്ചയില്ലെങ്കിൽ ഈ സാധനം കട്ടാവില്ല. എവിടെ വേണമെങ്കിലും ഇന്ന ഭാഗമൊന്നുമില്ല, ഏത് ഭാഗം ഒരേപോലെ കട്ട് ചെയ്ത് പോകും. ശരിക്കും നല്ല പൊടി മണ്ണിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് നമ്മൾ ഷേവ് ചെയ്തെടുക്കാം. അത്രയും മൂർച്ച കിട്ടും ഈ കത്തി. നമ്മൾ പച്ചക്കറി കത്തി. അത് ഇത് എത്ര രൂപയുടെ കത്തിയാണ് ചേട്ടാ? ഇത് 160 കത്തിയാണ്. ഇത് നമ്മുടെ അറക്കവള്ളിയുടെ മില്ലില് മരം അറക്കാൻ ഉപയോഗിക്കുന്ന വാളുണ്ടല്ലോ, അതിന്റെയാണ്. ഇത് പച്ചക്കറി അരിയാൻ, അതായത് കാറ്ററിംഗ് സർവീസിനൊക്കെ പോകുന്നവർക്ക് സബോള തക്കാളിയൊക്കെ അരിയാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ടാകും. ഇതിന് വില എങ്ങനെ വരും? ഇതിന് വില വന്നിട്ട് നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. നമ്മൾ അതിൽ അയക്കുന്നത് 180. 180. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇവിടെ വരുന്നവർക്ക് നമ്മളത് 100-ന് അങ്ങനെ കൊടുക്കും, കുറച്ച് കൊടുക്കും. 100 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടിയുടെ സ്പ്രിംഗ് ലീഫാണ് ഇത്. നമ്മൾ ഇറച്ചി വെട്ടാൻ അരിയാനൊക്കെ ഉപയോഗിക്കും. വീട്ടിൽ ആവശ്യത്തിന് അത്യാവശ്യം പച്ചക്കറി അരിയാം. നമ്മളിത് 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, കൊറിയർ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മളത് കുറച്ച് കൊടുക്കും. 400 രൂപ ആ ഒരു റേറ്റിൽ കൊടുക്കും. നമ്മൾ അന്വേഷിച്ച് വരുന്നവരാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇതും നമ്മുടെ ലീഫിൽ പെട്ടുന്ന ഒരു ഐറ്റമാണ്. പച്ചക്കറി അരിയാനൊക്കെ നല്ല മൂർച്ച നിൽക്കും. വാളല്ല, കാണുമ്പോൾ വാള് സ്റ്റീൽ പോലെ തോന്നും, പക്ഷെ ഇത് ലീഫ് തന്നെയാണ്. നല്ല ക്വാളിറ്റി മെറ്റലാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 350 ആണ്. നമ്മൾ 200 രൂപയ്ക്ക് അത് കൊടുക്കും. ഇത് വന്നിട്ട് ഇതിന്റെ തന്നെ സെയിം ആണ്. ചിലവർ മോനെ ഇല്ലാത്തത് വേണമെന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. രണ്ടും ഒരേ ക്വാളിറ്റി, ഒരേ റേറ്റ് ആണ്. പ്രൈസ്. ഇതും പച്ചക്കറി അരി ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം മീനൊക്കെ നേരെയാക്കാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇത് ലീഫ് തന്നെയാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 തന്നെയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കും. പച്ചക്കറി അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതും ബ്ലേഡിൽ പെടുന്ന ഒരു ഐറ്റമാണ്. 180 ഇതിന്റെ റേറ്റ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ 120-ന് കൊടുക്കും. നമ്മൾ ഈ പിച്ചള കട്ട വെച്ചതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രോങ്ങിൽ നിൽക്കും. അത് പച്ചക്കറിയൊക്കെ അരിയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതും
നേരത്തെ പറഞ്ഞ ഈ വാളിന്റെ ഒരു മെറ്റീരിയലിനെയാണ്. നല്ല ക്വാളിറ്റി ബ്ലേഡ് ആണ്. അത്യാവശ്യം മൂർച്ചയൊക്കെ നിലനിൽക്കും. പച്ചക്കറി അരിയാനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ വില നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ഇതും ബ്ലേഡ് തന്നെയാണ്. പ്ലാസ്റ്റിക് പിടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ഇലവർഗ്ഗങ്ങളൊക്കെ അരിയാൻ നല്ല ഇതാണ്. ഇലവർഗ്ഗങ്ങൾ പിടിച്ച് അരിയാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ്. നല്ല കത്തിയാണ്. ഇത് 100 രൂപ റേറ്റ് വരുന്നു. ഇതും അതിന്റെ തന്നെ മരപ്പിടി വെച്ചത് കുറച്ച് വലിയൊരു ഐറ്റം. ഇലയാണെങ്കിലും കപ്പയൊക്കെ തൊലികളയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് 300 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് 250 ആ ഒരു റേറ്റ് കൊടുക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ കത്തി. മരപ്പിടി തന്നെയാണ്. 100 രൂപ റേറ്റ് നമ്മൾ കൊറിയറിൽ കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ 50 രൂപ വെച്ച് കൊടുക്കും. നമ്മുടെ ഈ ചെറിയ കത്തിയിൽ പോലും നമ്മൾ ഈട്ടിപ്പിഴയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും ബ്ലേഡിന്റെ ഒരു ഐറ്റമാണ്. സവാള, തക്കാളി, ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മൾ താഴെ ഒരുപാട് ഹാർഡായിട്ട് താഴെ വീഴാതിരുന്നാൽ 38 വർഷം വരെ നമ്മൾ ഗ്യാരണ്ടി തരുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ റേറ്റ് വന്നിട്ട് 1200 നമ്മൾ കൊടുക്കുന്നത്. 200. ഒറിജിനൽ അരം തന്നെയാണ്. നമ്മൾ മൂർച്ചയാക്കാൻ രാഗാൻ ഉപയോഗിക്കുന്ന അരം ഉണ്ടല്ലോ, അതാണ് മെറ്റീരിയൽ. അത്യാവശ്യം പച്ചക്കറി അരിയാം, ഇറച്ചി ഹാർഡായിട്ടുള്ള ഇലയിൽ മാത്രം വെട്ടാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ റേറ്റ് 1200 ആണ്. ഇവിടെ വരുമ്പോൾ നമ്മളത് 900-ന് കൊടുക്കും. ഇത് നമ്മൾ നേരത്തെ കാണിച്ച വലുതിന്റെ ചെറുതാണ്. അതേ മെറ്റീരിയൽ ആണ്. വില വരുന്നത് 350 ഇതിന്റെ തന്നെ ചെറുത് ഉരുക്കിന് ലീഫാണ്. ഇത് അരത്തിന്റെ, അതായത് 1200 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചോദിക്കാം. അപ്പൊ അതിന്റെ തന്നെ ചെറുത് 350 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. അരം തന്നെയാണ്, 350 രൂപയ്ക്ക് കൊടുക്കും. സൈസ് ചെറുതാണ്. മെറ്റീരിയലും ക്വാളിറ്റി ഒക്കെ ഒന്നായിരിക്കും. ഇത് നമ്മൾ വീട്ടില് ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണ്. ലീഫാണ് മെറ്റീരിയൽ. ഈട്ടുപിടിയാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം ഇറച്ചിയൊക്കെ വെട്ടാം വീടുകളിലേക്ക് കേട്ടോ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 350 ആണ്.